ഹലോ ഗായ്സ്, ആരും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് വാഗമണ്ണാണ്. കൊച്ചി ടു വാഗമൺ 100 കിലോമീറ്റേഴ്സ് മേളിലുണ്ട്. എന്തായാലും നമുക്ക് പോകാം. ബാക്കിയെല്ലാം നമുക്ക് വഴിക്കടെ വീഡിയോ കട തന്നെ കാണാം. ഓക്കെ, കുറേ പോയി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ വിശപ്പായി. അങ്ങനെ പിന്നെ നേരെ ശരവണ ഭവനിൽ കയറി ഒരു മസാല ദോശ ഓർഡറാക്കി അത് കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് എന്നിട്ട് നേരെ വണ്ടി എടുക്ക് പിന്നെയും യാത്ര സ്റ്റാർട്ട് ചെയ്ത് നേരെ പോകുമ്പോൾ ഇവിടം തൊട്ട് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഹൈ റേഞ്ച് തുടങ്ങുക. പക്ഷെ ഇവിടം തൊട്ട് തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് തന്നെ കിട്ടി തുടങ്ങുന്നുണ്ട്. നല്ല രസമാണ്. ആ ഒരു സൈഡ് വ്യൂ ഒക്കെ ഉണ്ട്, പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ വാഗമണ്ണും. പിന്നെ ഇങ്ങനത്തുള്ള വളവും തിരിവുള്ള വലിയ വലിയ റോഡിക്കടെ, അത് ഇങ്ങനത്തെ ഒരു ഹൈ റേഞ്ച് റൂട്ടിക്കടെ ഫസ്റ്റാണ് ഒരു 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമുക്കത് റിയലായിട്ട് നമുക്കത് എൻജോയ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ വന്ന വഴിക്ക് നിർത്തിയൊരു സൈഡാണ് ഫസ്റ്റ് ഞാൻ നിർത്തിയതാണ്. അങ്ങനെ ഈ ഒരു പാറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നിർത്തിയത്. നല്ല രസമുണ്ട്. പാറയിൽ നിന്ന് വെള്ളമൊക്കെ ചെറുതായിട്ട് നനഞ്ഞിരിക്കുന്നൊരു പാറയാണ്. നല്ല രസമാണ് അത് കാണാൻ തന്നെ. താഴെ കാണുന്നത് കണ്ടോ? അയ്യോ, ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ്. അതായത് പതുക്കെ പോകുന്നത്, ഞാൻ ഫുള്ള് പതുക്കെയാണ് പോയത് നല്ല രീതിയിൽ. നമ്മുടെ താഴെ കണ്ടോ? അതാ താഴെ ആ വഴിക്കടെ കയറി വന്നത്. ഞാൻ ഇവിടെ വണ്ടി നിർത്തി, ഇവിടെ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ നിർത്തിയിടും. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങും, അതേപോലെ ഹൈറ്റാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഓർക്കുകയോ മൂടി നില കല്ലുകല്ല് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യും? ആദ്യം തന്നെ വന്നത് പൈൻ വാലി കാണാൻ വേണ്ടി തന്നെ കയറി. അവിടെ പോകുന്ന വഴിക്ക് തന്നെ സൈഡിലെല്ലാം ഒരുപാട് കടകളുണ്ട്, ടോയ്സ് ഒക്കെ വെക്കുന്ന ഒരുപാട് കടകളുണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ടിക്കറ്റിൻ്റെ കൗണ്ടറുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ നേരെ നമ്മൾ താഴോട്ടിറങ്ങി. ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല രസം. ഒരുപാടും പൈൻസ് എല്ലാം ഇങ്ങനെ വളം നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അത് തന്നെ താഴെ എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മുകളിലോട്ട് കയറിയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറി തന്നെ ഇച്ചിരി ടാസ്ക് പെട്ടാണ് കയറിയത്. അങ്ങനെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടോ, താഴോട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങേ അറ്റം താഴെ വരെ പോയിട്ടില്ല ഇതുവരെ. അതുപോലെ പൈൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു ചോക്ലേറ്റ് വാങ്ങും മോനെ, ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചോക്ലേറ്റ് വാങ്ങി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച്. അവിടുന്ന് പിന്നെ ഞാൻ സ്ഥലം കാലിയാക്കി നേരെ പിന്നെ അടുത്തൊരു സ്പോട്ടിലോട്ട് ഞാൻ വിട്ടു. വിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, അങ്ങൊരു സാധനം കൊണ്ട് ചെറിയൊരു സാധനം. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. നേരെ അന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോയി. അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് നേരെ പോയത്. ഇതങ്ങോട്ട് പോകാൻ നേരത്തെ തന്നെ കാണാൻ പറ്റുന്നൊരു വ്യൂവാണ്. നല്ല രസമാണ് ഈ തേയില പൂത്തിരിക്കുന്നതിനെ കാണാൻ തന്നെ. അതിന് ഞാൻ വണ്ടി അവിടെ സൈഡിൽ തന്നെ നിർത്തി. എന്നിട്ട് ഞാൻ തേയില ഒന്ന് പിടിച്ചു പോകാൻ വേണ്ടിയൊക്കെ നിർത്തി. കണ്ട എന്ത് രസം കാണാൻ തന്നെ അല്ലേ. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. നമ്മൾ മുമ്പേ റോഡിൽ കൂടെ വന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ ഇവിടാണുള്ളത്, ഈ സ്പോട്ടിലാണ്. ഇത് നമ്മൾ അകത്ത് കയറുമ്പോൾ ഉള്ളൊരു പാർക്ക്, അവിടുത്തെ ഗാർഡനൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഞാൻ ഇവിടുന്ന് നേരെ പോയത് അഡ്വഞ്ചർ ആയിട്ടുള്ള ഓരോ സെക്ഷൻസും കാര്യങ്ങളും കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കാണുന്ന ബോട്ടിങ് സെക്ഷനാണ്. അതായത് ഫുള്ള് കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയാക്കിംഗ് ഉണ്ട്, പിന്നെ പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് വന്നത് ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ തന്നെ വന്നത്. ഇവിടെ ഇന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയും തോന്നും. പക്ഷേ എന്ത് രസമാണ്, അങ്ങ് പോകുമ്പോഴത്തേനും ഒരു ചെറിയൊരു കുരുവി പോകുന്ന പോലെ നമുക്ക് തോന്നും. അതേപോലെ നല്ല രസമാണ് കാണാൻ തന്നെ. ഇതാണ് കാണേണ്ട കാഴ്ച. ഇത് അവിടെ ഇരുന്നപ്പോൾ കണ്ടൊരു കാഴ്ച. നമുക്ക് കാണുമ്പോൾ തോന്നി പേടി വരും, നല്ല പേടി വരും. കാരണം ഇത് ലാൻഡിങ് ആണ്. ഇത് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി അവര് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു യോശില താഴെ വീഴുവോ ഇതൊക്കെ കരുതി. പക്ഷെ ഇത് ലാൻഡിങ് ആണ്. അത് കണ്ടോ, ലാൻഡിങ് ചെയ്യുന്നുണ്ട്. പക്ക കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല ധൈര്യം വേണം ഇതിൽ കയറി വരണമെങ്കിൽ തന്നെ. അടുത്ത ഒരാളിത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അവർ വെച്ചിരിക്കുന്ന ബാഗുണ്ട്, ബാക്ക് സൈഡിൽ വെച്ചിരിക്കുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പാരച്യൂട്ടും കാര്യങ്ങൾ വരെ ഇൻക്ലൂഡഡാണ്. അത്രയ്ക്കും സേഫ്റ്റി ഉണ്ട്. നമുക്കതുകൊണ്ട് അതിൽ വറീഡ് ആകണ്ട.
ആ ഒരു കാര്യം. ഇതാ കണ്ടോ, ഇത് ഫസ്റ്റ് ഇവർ ഫ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. കാറ്റിന് എന്തോ ഒരു പ്രോബ്ലം കൊണ്ട് അത് ഫ്ലൈ ആയില്ല. പിന്നെയും അവര് ട്രൈ ചെയ്ത് അങ്ങനെ നേരെ ഫ്ലൈ ആയി. പക്ഷെ ഇത് ഫ്ലൈ ആയി പോകുന്ന കാണാനോ ഒരു രക്ഷയില്ല. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടായിരുന്നു. നല്ല ചൂടത്തിൽ ഇന്ന് വെയിലത്ത് ഇതാണ് വീഡിയോ എടുത്തത് തന്നെ. ഇതാ ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ ഇതിലും ഞാൻ കയറിയൊന്നുമില്ല, ഒട്ടുമിക്ക ഇതിലും കയറിയിട്ടില്ല. എല്ലാം വീഡിയോസ് എടുത്തതേ ഉള്ളൂ. കാരണം എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിലൊന്നും കയറാൻ നിന്നില്ല, ഒന്നും ട്രൈ ചെയ്തില്ല ഞാൻ. ഇത് പക്ഷെ എനിക്ക് എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് ഈ ഒരു സംഭവം. ഇത് കാണേണ്ടത്, അവിടെ നിന്ന് തന്നെ നമുക്ക് കാണേണ്ട ഒരു കാര്യമായത്. ഈ ഒരു സംഭവം സൂപ്പറാണ്, പക്ഷെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ടാസ്ക് ആണ്. ഇപ്പൊ താഴെ ഒരു ചേട്ടൻ ഇത് ആ റോപ്പ് വലിക്കുമ്പോഴത്തേനും അയ്യോ പോണ്ട സെക്കൻഡിലാണ് പോകുന്നത്. പിന്നീട് പോയെന്ന് പറഞ്ഞാൽ ടീലേക്ക് ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു അതായത് വാഗമണ് ടൗണിൽ നിന്നൊരു 1 കിലോമീറ്റർ സംതിങ് എങ്ങാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു, കറക്റ്റ് അത്രേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയും ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്ത് കയറി, നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഞാൻ ബോട്ടിങ്ങിലും കയറിയൊന്നുമില്ല, വെള്ളത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ആകത്തില്ല. ഇതാ ഇങ്ങോട്ട് കയറിയിട്ട് ഈ റൈസിലോട്ട് കാണുന്ന ഒരു വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. പണ്ട് ഈ ബുക്കിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ഫോട്ടോസൊക്കെ വരത്തില്ലേ, ആ കവർ ഫോട്ടോയിൽ അതേപോലെ അത് നമുക്ക് നേരിട്ട് കാണാനായിരിക്കും അതേപോലത്തെ ഒരു ഫീല്. ഇപ്പോൾ ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു ഇവിടെ. ഇതാ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ട്രാക്ടറൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് തുരുമ്പൊക്കെ പിടിച്ച് ഒരുപാട് വർഷത്തിന് പഴക്കമുള്ള ഒരു ട്രാക്ടർ, പഴയ ടൈപ്പ് ട്രാക്ടർ എങ്ങാണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇവിടെ എല്ലാം ഫുള്ള് നമുക്ക് ബോട്ടിങ്ങും ചെയ്യാം, കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങ് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങനെ റൗണ്ട് അടിച്ച് വരികയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ നേരെ വന്നത് മൊട്ടക്കുന്നാണ്. വാഗമണ് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ് മൊട്ടക്കുന്ന്. മൊട്ടക്കുന്നിൽ പോകാതെ ആരും പോകില്ല തോന്നും വാഗമണ്ണിന്ന്. ഇവിടെ മെയിനായിട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലീസൊക്കെ വന്ന് കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വന്ന് പട്ടവും കാര്യങ്ങളൊക്കെ പറത്തുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ വാഗമൺ വീഡിയോ ഇവിടെ തീരുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.